Hi students, IGNU Post-Colonial Literature BGC 114, and this is a poem written by David Malouf. The name of the poem is Revolving Days, and this poem Revolving Days was collected from his typewriter music, which was published in the year 2007. Now let's go through the poem. That year I had nowhere to go. I fell in love. ആ വർഷം എനിക്ക് പോകാൻ വേറെവിടെയും ഇല്ലായിരുന്നു. സോ ഐ ഫെൽ ഇൻ ലവ്. ഞാൻ പ്രണയത്തിലായി. എ മിസ്റ്റേക്ക് ഓഫ് കോഴ്സ്. പക്ഷേ അതൊരു വലിയ മണ്ടത്തരമാണ്. ബട്ട് ഇറ്റ് ലാസ്റ്റഡ് ആൻഡ് ഹാസ് ലാസ്റ്റഡ്. പക്ഷേ അത് നീണ്ടു നിന്നു, പിന്നെയും നീണ്ടു നിന്നിരുന്നു, അഥവാ നിൽക്കുന്നു. ദി ഓൾഡ് ടഗ് അറ്റ് ദ ഹേർട്ട്, ദ ഗ്രേസ് അൺആസ്ഡ് ഫോർ. ഹൃദയത്തിലെ ആ പഴയ പിറകോട്ട് വലിക്കുന്ന ആ വികാരം, ആരും ചോദിക്കാതെ നൽകിയ ആ തുടിപ്പ്. അർജൻസീസ് ദാറ്റ് ബൂം അണ്ടർ ദ പോക്കറ്റ് ഓഫ് എ ഷർട്ട്. അതായത് എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിനടിയിൽ നിന്ന് ഉയർന്നു വരുന്ന വികാരങ്ങൾ. വാട്ട് ഐ റിമെമ്പർ ഈസ് ദ കളർ ഓഫ് ദ ഷർട്ട്സ്. പക്ഷേ എനിക്കതിനെ സംബന്ധിച്ച് ഇന്ന് ഓർമ്മയുള്ളത് മറ്റൊന്നുമല്ല. ഞാൻ അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ ഷർട്ടിൻ്റെ നിറമാണ്. had bought them as an experiment in ways of seeing myself. എന്നെ തന്നെ എങ്ങനെ വ്യത്യസ്തമായി കാണാം എന്നറിയാനുള്ള ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ പല നിറങ്ങളിലുള്ള ഷർട്ടുകൾ വാങ്ങിയത്. ഹോപ്പിംഗ് ടു ക്യാച്ച് ഇൻ എ വിൻഡോ ആസ് ഐ പാസ്റ്റ്. ഞാൻ കടന്നു പോകുന്ന ഒരു ജാലകത്തിന് മുന്നിലൂടെ എത്ര മനോഹരമായി എന്നെ തന്നെ വ്യത്യസ്തമായി കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. I passed what I was to be in my new life as lover. One mint green, അതിലൊന്ന് ഒരു മിൻറ്റ് ഗ്രീൻ ആയിരുന്നു. വൺ പിങ്ക്, അതിലൊന്ന് ഒരു പിങ്ക് ആയിരുന്നു. ദ തേർഡ് കോൾഡ് ഐവി ലീഗ്, പിന്നെ മൂന്നാമത്തേത് ഒരു ഐവി ലീഗ് ടാൻ ആയിരുന്നു. ഹാർട്ട് ഇൻ മൈ മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതൊരു പ്രയോഗമാണ്. ഇറ്റ് മീൻസ് ഫീലിംഗ് എക്സ്ട്രീംലി നെർവസ്, ആങ്ഷ്യസ് ഓർ ഫ്രൈറ്റൻഡ്. അങ്ങേയറ്റം പരിഭ്രാന്തി, ഭയം ഒക്കെ തോന്നുന്ന ഒരവസ്ഥയാണ്. ആസ് ഇഫ് യുവർ ഹാർട്ട് ഈസ് പൗണ്ടിങ്. ഹൃദയം ചാടി വായിലേക്ക് എത്തുന്ന ഒരവസ്ഥ. സോ ഹാർഡ് ഇറ്റ് ഫീൽസ് ദാറ്റ് ലൈക്ക് ഇറ്റ്സ് ഇൻ യുവർ ത്രോട്ട് ഓർ മൗത്ത്. ആ ഹൃദയം ഉള്ളിൽ നിന്ന് മൗത്തിലേക്ക് അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് എത്തി എന്ന് തോന്നുന്ന വികാരം. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ ഫിസിക്കൽ റിയാക്ഷൻ ടു ഇൻറ്റൻസ് ഫിയർ. കഠിനമായ തീവ്രമായ ഭയം അല്ലെങ്കിൽ പ്രതീക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ. ഇതുതന്നെയാണ് ഇവിടെ സാധാരണ. ഇനി നമ്മുടെ വരികളിലേക്ക് കടക്കാം. റിവോൾവിംഗ് ഡേയ്സ്, മാറുന്ന ദിനങ്ങൾ. മൈ ഹാർട്ട് ഇൻ മൈ മൗത്ത് അഗെയിൻ. എൻ്റെ ഹൃദയം വീണ്ടും എൻ്റെ തുള്ളിച്ചാടി എൻ്റെ വായിലെത്തിയിരിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ഫോർ യു. എനിക്ക് ഒരാശങ്കയുണ്ട്, ഒരു ഉത്കണ്ഠയുണ്ട്, അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ടാണ് മൈ ഹാർട്ട് ഇൻ മൈ മൗത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ ആം റൈറ്റിംഗ് ദിസ് ഫോർ യു. ഞാൻ എഴുതുന്നത് നിനക്കായിട്ടാണ്. വെറെവർ യു ആർ, ഹുവർ ഈസ് സ്റ്റാറിങ് ഇൻ ടു യുവർ ബ്ലൂ ഐസ്. നീ എവിടെയായിരുന്നാലും നിൻ്റെ നീല കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്നത് ഇന്ന് ആരാണെന്ന് എനിക്കറിയില്ല. അതാരായാലും നിങ്ങൾക്കായി ഞാനിത് എഴുതുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ഫോർ യു. ഇറ്റ് ഈസ് മീ, ഐ ആം സ്റ്റിൽ ഹിയർ. ഇത് ഞാനാണ്, ഞാനിപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നോ ഡോണ്ട് വറി. പക്ഷേ വിഷമിക്കേണ്ട. ഐ വോണ്ട് അപ്പിയർ ഔട്ട് ഓഫ് ദാറ്റ് ഓൾഡ് ടൈം ടു ഡിസ്കംഫർട്ട് യു. ആ പഴയ കാലത്ത് നിന്ന് വന്നെത്തി നിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥതയുളവാക്കാൻ ഞാൻ ഒരിക്കലും വന്ന് പ്രത്യക്ഷപ്പെടില്ല. ആൻഡ് നോ, അറ്റ് ദിസ് ഡിസ്റ്റൻസ്, ഇല്ല, ഒരിക്കലുമില്ല, ഈ അകലത്തിൽ ഐ ആം നോട്ട് ഹോൾഡിംഗ് മൈ ബ്രത്ത് ഫോർ എ റിപ്ലൈ. ഞാൻ ഈ എഴുതുന്ന കത്തിന് ഒരു മറുപടി പോലും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഇതാണ് മറുപടിക്കായി ഞാൻ ശ്വാസമടക്കി കാത്തിരിക്കുന്നുമില്ല, ഞാൻ അങ്ങകലത്തിൽ. ഇതാണ് കവിതയിലെ വരികൾ ഡേവിഡ് മലൂഫിൻ്റെ. ഇൻ ദിസ് പോയം ദ സ്പീക്കർ റിഫ്ലക്ട്സ് ഓൺ എ ടൈം ഇൻ ഹിസ് പാസ്റ്റ് വെൻ ഹി ഫെൽ ഇൻ ലവ്. ഹി കോൾസ് ഇറ്റ് എ മിസ്റ്റേക്ക് ഓഫ് കോഴ്സ്. അതൊരു മണ്ടത്തരമാണ്, അബദ്ധമാണ് എന്നൊക്കെ ആ സ്പീക്കർ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് സീംസ് ആസ് ദോ ദ ഫീലിംഗ് ഹാസ് സ്റ്റേഡ് വിത്ത് ഹിം നൺലെസ്. പക്ഷേ ആ ഫീലിംഗ്,
അത് പിന്നീട് കുറേ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഹി റിക്കോൺസ് ദ ഫീലിംഗ് ഹി ഫെൽറ്റ് ബട്ട് ഓൾസോ ദ കളേഴ്സ് ഓഫ് ദ ഷർട്ട്സ്. ആ ഫീലിംഗ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് മാത്രമല്ല, അന്ന് വാങ്ങിയ ഷർട്ടിൻ്റെ നിറം പോലും അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. ഹി പർച്ചേസ്ഡ് ദെൻ ഫോർ ഹിസ് ന്യൂ ലൈഫ് ആസ് എ ലവർ. ഒരു ലവർ എന്ന നിലയിൽ തനിക്കൊരു പുതുജീവിതമാണ്. അതുകൊണ്ട് ആ ലവറുടെ ജീവിതം മോടി പിടിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം പല നിറത്തിലുള്ള ഷർട്ടുകൾ വാങ്ങിയത്. ഹി ആൻഡ് ഹിസ് ലവർ ഡു നോട്ട് സ്റ്റേ ഇൻ ടച്ച്. അയാളും അയാളുടെ ലവറും ഒരിക്കലും ഇൻ ടച്ച് ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എപ്പോഴും കോണ്ടാക്റ്റിലായിരുന്നില്ല. ഇന്ന് ഹവർ സംടൈംസ് ഹി ഫീൽസ് ലൈക്ക് ഹി ട്രൈഡ് ടു ഫീൽ ദെൻ. പക്ഷെ ചിലപ്പോഴൊക്കെ ഹൃദയത്തിൽ ആ ഫീലിംഗ് ഉൾക്കൊള്ളാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് വൺ ഓഫ് ദ ന്യൂ സെൽസ് ഇൻ ദ ന്യൂ ഷർട്ട്സ്. പുതിയ ഷർട്ടിനുള്ളിൽ താൻ പുതിയ രൂപത്തിലെത്തുമ്പോഴൊക്കെ അയാൾ ആ ഫീലിംഗ് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഹി ഫീൽസ് ആസ് ദോ ഹീസ് റൈറ്റ് ബാക്ക് ദർ ഇൻ ദ റിലേഷൻഷിപ്പ് അഗെയിൻ. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് തോന്നാറുണ്ട് താൻ വീണ്ടും ആ റിലേഷൻഷിപ്പിൽ തിരിച്ചെത്തിയെന്ന്. ദ ടൈം പാസസ് ആൻഡ് ഡേയ്സ് ഗോ ബൈ. സമയം കടന്നു പോകുന്നു, ദിവസം അയാൾക്ക് ഒഴിഞ്ഞു പോകുന്നു. ബട്ട് ദ സ്പീക്കർ സ്റ്റിൽ ഫീൽസ് ദാറ്റ് ഹിസ് ഹാർട്ട് ഈസ് ഇൻ ഹിസ് മൗത്ത് അഗെയിൻ. പക്ഷേ അപ്പോഴും സ്പീക്കർക്ക് തോന്നുന്നുണ്ട് തൻ്റെ ഹൃദയം ഇപ്പോഴും തുള്ളിച്ചാടി തൻ്റെ തൊണ്ടയിലേക്ക് എത്തുന്നുവെന്ന്. ഹിസ് ഫീലിംഗ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അദ്ദേഹത്തിൻ്റെ ആ വികാരങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു. ദെൻ ആൻഡ് ഹീ കൺസിഡേഴ്സ് ഹൂ ഷീ മൈറ്റ് ബി ഇൻവോൾവ് വിത്ത് നൗ. പിന്നെ കവി ചിന്തിക്കുന്നു, അവളിപ്പോൾ ആരുടെ കൂടെ ആയിരിക്കാം ജീവിക്കുക. ഇൻ ദ എൻഡ്, ഒടുവിൽ ഹവർ ഹി അഷ്യൂർസ് ഹെർ ദാറ്റ് ഹി വിൽ നോട്ട് റീഅപ്പിയർ ഇൻ ഹെർ ലൈഫ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇനി നിൻ്റെ ജീവിതത്തിൽ തിരിച്ച് പ്രത്യക്ഷപ്പെടില്ല. ആൻഡ് ഡസൻ മീൻ ടു കോസ് ഹെർ എനി ഡിസ്കംഫോർട്ട്. യാതൊരു തരത്തിലുള്ള ഡിസ്കംഫോർട്ട് ഞാൻ ഉണ്ടാക്കുകയുമില്ല. ഹി എക്സ്പെക്ട്സ് നത്തിങ് ഫ്രം ഹെർ. അവളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ആൻഡ് ഡസ് നോട്ട് എക്സ്പെക്ട് ടു ഹിയർ ഫ്രം ഹെർ. അവളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. റിവോൾവിംഗ് ഡേയ്സ് യൂസസ് അപ്പോസ്ട്രോഫി ആൻഡ് സിംബോളിസം. റിവോൾവിംഗ് ഡേയ്സ് എന്താണ് ഉപയോഗിക്കുന്നത്? അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നു, സിംബോൾസ് ഉപയോഗിക്കുന്നു, ടു കൺവേ പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു കൺവേ ദ ഐഡിയ ദാറ്റ് മൂവിങ് ഓൺ ഫ്രം ലോസ്റ്റ് ലവ്. ആ പഴയ ലവിൽ നിന്ന് അയാൾ മാറി പുതിയൊരവസ്ഥയിലേക്ക് മാറുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ക്യാൻ ബി ഇൻക്രെഡിബിളി ഡിഫിക്കൽട്ട്. ഒരുപക്ഷെ അത് അങ്ങേയറ്റം ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഈവൻ ഇമ്പോസിബിൾ. ഒരുപക്ഷെ തീർത്തും സാധ്യമല്ലാത്തൊരു കാര്യമായിരിക്കാം. ഇത് സൂചിപ്പിക്കാനാണ്. അപ്പോസ്ട്രോഫി ഈസ് വെൻ ദ സ്പീക്കർ അഡ്രസ്സസ് സം വൺ ആബ്സെൻറ്റ് ഓർ ഡെഡ് ആസ് ദോ ദേ വർ ദർ ആൻഡ് കുഡ് റെസ്പോണ്ട്. പൂർണ്ണമായും മൃതരായിപ്പോയ ആളുകളെ സംബോധന ചെയ്യുമ്പോഴൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെ അപ്പോസ്ട്രോഫി സാധാരണ സ്പീക്കർ ഉപയോഗിക്കുക. ഹിയർ ദ പോയറ്റ്സ് യൂസ് ഓഫ് അപ്പോസ്ട്രോഫി ഹെൽപ്സ് ടു കൺവേ ദ സ്പീക്കേഴ്സ് സെൻസ് ഓഫ് ലോങ്ങിങ്. ഇവിടെ പിന്നെ എന്തിനാണ് കവി അപ്പോസ്ട്രോഫി ഉപയോഗിച്ച് കോട്ട്സിൽ ഇത് പറഞ്ഞിരിക്കുന്നത്? കൊട്ടേഷനിൽ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, എത്രമാത്രം ലോങ്ങിങ്, ആഗ്രഹത്തോടുകൂടി, വാഞ്ചിയോടുകൂടി, യേണിങ്ങോടുകൂടിയാണ് കവി ഇത് പറയുന്നത് എന്ന ആശയം കൺവേ ചെയ്യാനാണ്. ഫോർ ദ ലവർ ഹൂ ഹാസ് ലെഫ്റ്റ് ഹിം. തന്നെ വിട്ടകന്നു പോയ ലവറോട് ഒരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ദ കളർ ഓഫ് ദ ഷർട്ട് ഹീ പർച്ചേസ്ഡ് ഡ്യൂറിങ് ഹിസ് റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് താൻ വാങ്ങിയ ഷർട്ടിൻ്റെ നിറം കൂടി കൺവേ ചെയ്യുന്നു. എ മിൻറ്റ് ഗ്രീൻ, ഒരു പുതിന പച്ച നിറത്തിലുള്ള ഷർട്ട്. പിന്നെ മറ്റൊരെണ്ണം വൺ പിങ്ക്, പിന്നെ ഒരെണ്ണം ഒരു പിങ്ക് കളറിൽ. ദ തേർഡ് കോൾഡ് ഐവി ലീഗ്. ഐവി ലീഗ് എന്ന് പറയുന്ന മൂന്നാമതൊരു ഷർട്ട് നിറം. ടാൻ വിത്ത് ഡാർക്കർ സ്ട്രൈപ്സ്. അതുപോലെ തന്നെ ടാൻ നിറം, അത് ഡാർക്കറായിട്ടുള്ള കടും വരകളുള്ള ഷർട്ട്. ഇതൊക്കെയാണ് ഷർട്ടിൻ്റെ നിറങ്ങളായി പറയുക. സീം ടു സിംബിളൈസ് ദ ന്യൂ ലൈഫ് ഹി ഹോപ്ഡ് ഹി ഹാവ് ആസ് എ ലവർ. ഒരു ലവർ ആയിരിക്കുമ്പോൾ തനിക്ക് ഹി വുഡ് ഹാവ് ഹാസ് ആസ് എ ലവർ. ഒരു ലവർ ആയിരിക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന വസ്ത്രങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഈ നിറങ്ങളെയൊക്കെ അദ്ദേഹം പറയുകയാണ്. ദേ ആർ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ന്യൂ. അവയൊക്കെ നല്ല തെളിമയുള്ള നിറങ്ങളായിരുന്നു, വൃത്തിയുള്ളവയായിരുന്നു, പുതിയതായിരുന്നു. പ്രോബബ്ലി സ്റ്റാർജ്ഡ് ആൻഡ് ക്രിസ്പ്. ചിലപ്പോൾ കഞ്ഞിപ്പശ ഒഴിച്ച് വളരെ ബലപ്പെടുത്തിയ വസ്ത്രങ്ങളുമായിരുന്നിരിക്കാം. വൺ ഹിസ് ഫസ്റ്റ് ബട്ടൺ ഡൗൺ കോളർ. അതുപോലെ തന്നെ വേറൊരെണ്ണം പറയുന്നു, ആദ്യമായിട്ട് ഞാൻ ബട്ടൺ ഡൗൺ കോളർ വെച്ചിട്ട് തയ്പ്പിച്ച ആദ്യത്തെ ഷർട്ട്. ദ കളർഫുൾ ബ്രൈറ്റ്നെസ് ഓഫ് ദോസ് ഷർട്ട്സ്. ആ വസ്ത്രങ്ങളുടെ, ആ ഷർട്ടുകളുടെ ആ വർണ്ണാഭമായ തെളിമയുണ്ടല്ലോ. ആസ് വെൽ ആസ് ദ ബ്ലൂ ഐസ് ഓഫ് ഹിസ് ലോസ്റ്റ് ലവ്. തൻ്റെ നഷ്ടപ്പെട്ട പ്രിയതമയുടെ നീലക്കണ്ണുകളും ആർ ദ ഓൺലി കളേഴ്സ് ഇൻ ദ പോയം. അതൊക്കെയാണ് ഈ കവിതയിലെ ഒരേ ഒരു നിറങ്ങൾ. ലൈഫ് സീംസ് ആസ് ദോ ഇറ്റ് ഈസ്. ജീവിതം വീണ്ടും
അതെങ്ങനെയാണോ അതുപോലെ തന്നെ തോന്നുന്നു. പെർഹാപ്സ് ഒരു പക്ഷേ ചിലപ്പോൾ ഫിഗറേറ്റീവ്ലി കളർലെസ് നൗ ഫോർ ഹിം. പ്രതീകാത്മകമായി പറയട്ടെ, ഇപ്പോൾ ജീവിതം അല്പം ആ, നിറങ്ങളില്ലാത്ത കളർലെസ് ആയ ഒന്നായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. സിംബോളിക്കലി പ്രതീകാത്മകമായി പറയുന്നു, ദെൻ ലൈഫ് ഈസ് ഡളർ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ജീവിതം കുറച്ചുകൂടി വിരസമാണ്, ലെസ് എക്സൈറ്റിംഗ്, അത്ര വലിയ എക്സൈറ്റിംഗ് അല്ല ഇൻ ദ വേക്ക് ഓഫ് ദിസ് ലവ്. ഓക്കെ, ഇനി നമ്മുടെ കവിതയുടെ വരികളിൽ ഇങ്ങനെ പറയുന്ന ഭാഗങ്ങൾ നോക്കുക. റിവോൾവിംഗ് ഡേയ്സ് ഇൻ ദിസ് പോയം ദ സ്പീക്കർ റിഫ്ലക്സ് ഓൺ എ ടൈം. റിവോൾവിംഗ് ഡേയ്സിൽ, ഈ കവിതയിൽ സ്പീക്കർ എന്താണ് പറയുന്നത്? റിഫ്ലക്സ് ഓൺ എ ടൈം ഇൻ ഹിസ് പാസ്റ്റ് വെൻ ഹി ഫെൽ ഇൻ ലവ്. താൻ പ്രണയത്തിലായ ഒരു ദിവസത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുക. കവിതയിൽ അദ്ദേഹം, കവി പറയുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, താൻ പ്രണയത്തിലായ ആ ദിവസത്തെക്കുറിച്ച്. ഹി കോൾസ് ഇറ്റ് എ മിസ്റ്റേക്ക് ഓഫ് കോഴ്സ്. തീർച്ചയായും അതൊരു അബദ്ധം പിണഞ്ഞത് തന്നെയാണെന്ന് അദ്ദേഹം വിളിക്കുന്നു. ബട്ട് ഇറ്റ് സീംസ് ആസ് ദോ ദ ഫീലിംഗ് ഹാസ് സ്റ്റേയ്ഡ് വിത്ത് ഹിം നൺ ദ ലെസ്. പക്ഷേ അദ്ദേഹത്തിന് തോന്നുന്നു, ഹി സീംസ് ദാറ്റ് ഫീലിംഗ് ഹാസ് സ്റ്റേയ്ഡ് വിത്ത് ഹിം ഫോർ എ ലോങ് ടൈം. ആ ഫീലിംഗ് ഏറെ നാൾ മനസ്സിൽ തങ്ങി നിന്നു. ഹി റിക്കോൾസ് ദ ഫീലിംഗ് ഹി ഫെൽറ്റ് ബട്ട് ഓൾസോ ദ കളേഴ്സ് ഓഫ് ദ ഷർട്ട്സ് ഹി പർച്ചേസ്ഡ് ദെൻ. അതുപോലെ തന്നെ ആ സമയത്ത് അദ്ദേഹം വാങ്ങിച്ച വസ്ത്രങ്ങളുടെ നിറങ്ങളും അദ്ദേഹം ഇന്ന് ഓർത്തിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഫോർ ഹിസ് ന്യൂ ലൈഫ് ആസ് എ ലവർ. ഒരു ലവർ എന്ന നിലയിൽ തനിക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുമ്പോൾ ധരിക്കാൻ വേണ്ടി എന്ന് കരുതി അദ്ദേഹം വാങ്ങിയ ഷർട്ടുകളുടെ നിറം. ഹി ആൻഡ് ഹിസ് ലവർ ഡു നോട്ട് സ്റ്റേ ഇൻ ടച്ച്. താനും തൻ്റെ ലവറും ഇന്ന് അങ്ങനെ നിത്യേന ബന്ധപ്പെട്ട് ഇരിക്കുന്നൊന്നുമില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു, ഹവർ സംടൈംസ് ഹി ഫീൽസ് ലൈക്ക് ഹി ട്രൈഡ് ടു ഫീൽ ദെൻ. ചിലപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നു, ആ പഴയ ചിന്തകൾ, ഓർമ്മകൾ ഫീൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് വൺ ഓഫ് ദ ന്യൂ സെൽസ് ഇൻ ദ ന്യൂ ഷർട്ട്സ്. പുതിയ ഷർട്ട് ഇടുമ്പോഴൊക്കെ താൻ ഒരു പുതിയ സെൽഫായിട്ട് മാറുന്നു. ആൻഡ് ഹി ഫീൽസ് ആസ് ദോ ഹീസ് റൈറ്റ് ബാക്ക് ദർ ഇൻ ദ റിലേഷൻഷിപ്പ് അഗെയിൻ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നും, ഞാൻ വീണ്ടും പഴയ റിലേഷൻഷിപ്പിൽ തിരിച്ചെത്തിയെന്ന്. ദ ടൈം പാസസ് ആൻഡ് ഡേയ്സ് ഗോ ബൈ. സമയം കടന്നു പോകുന്നു, ദിവസങ്ങൾ കടന്നു പോകുന്നു. ബട്ട് ദ സ്പീക്കർ സ്റ്റിൽ ഫീൽസ് ദാറ്റ് ഹിസ് ഹാർട്ട് ഈസ് ഇൻ ഹിസ് മൗത്ത് അഗെയിൻ. പക്ഷേ ഇപ്പോഴും ആകാംക്ഷയോടെ, ഉത്കണ്ഠയോടെ ഹൃദയം തുള്ളിച്ചാടി തൊണ്ടയിലേക്ക് എത്തുന്നത് പോലെ. ഹിസ് ഫീലിങ്സ് റിമെയിൻഡ് അൺചേഞ്ച്ഡ് ദെൻ. അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ അപ്പോഴും മാറ്റമില്ലാതെ തുടർന്നു. ആൻഡ് ഹീ കൺസിഡേഴ്സ് ഹൂ ഷീ മൈറ്റ് ബി ഇൻവോൾവ് വിത്ത് നൗ. ഇപ്പോൾ അവൾ ആരോടൊപ്പമായിരിക്കാം ജീവിക്കുക, അദ്ദേഹം ആ കാര്യവും ചിന്തിക്കുന്നുണ്ട്. ഇൻ ദ എൻഡ്, ഒടുവിൽ, ഹവർ ഹി അഷ്യൂർസ് ഹെർ ദാറ്റ്. അദ്ദേഹം അവൾക്ക് ഒരു കാര്യം ഉറപ്പ് കൊടുക്കുന്നത്, അതായത് ഹി വിൽ നോട്ട് റീഅപ്പിയർ ഇൻ ഹെർ ലൈഫ്. താൻ ഒരിക്കലും അവളുടെ ജീവിതത്തിൽ തിരിച്ച് പ്രത്യക്ഷപ്പെടില്ലെന്ന്. ആൻഡ് ഡസൻ മീൻ ടു കോസ് ഹെർ എനി ഡിസ്കംഫോർട്ട്. അവൾക്ക് യാതൊരു തരത്തിലുള്ള അലോസരവും താൻ ഉണ്ടാക്കില്ലെന്ന്. ഹി എക്സ്പെക്ട്സ് നത്തിങ് ഫ്രം ഹെർ. അവളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആൻഡ് ഡസ് നോട്ട് എക്സ്പെക്റ്റ് ടു ഹിയർ ഫ്രം ഹെർ. അവളിൽ നിന്ന് ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നും ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് കവി പറയുന്നത് ഇങ്ങനെയാണ്: റിവോൾവിംഗ് ഡേയ്സ് യൂസസ് അപ്പോസ്ട്രോഫി ആൻഡ് സിംബോളിസം. റിവോൾവിംഗ് ഡേയ്സിൽ ഇടയ്ക്കിടയ്ക്ക് അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നുണ്ട്, സിംബോളിസം ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? ദിസ് ഈസ് ടു കൺവേ ദ ഐഡിയ ദാറ്റ് മൂവിങ് ഓൺ ഫ്രം ലോസ്റ്റ് ലവ് ക്യാൻ ബി ഇൻക്രെഡിബിളി ഡിഫിക്കൽട്ട്. നഷ്ടപ്രണയത്തിൽ നിന്ന് മുന്നോട്ട് ജീവിതത്തിൽ തുടരുക എന്നത് അങ്ങേയറ്റം അവിശ്വസനീയമായ വിധം ബുദ്ധിമുട്ടുള്ള ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ആൻഡ് ഈവൺ ഇമ്പോസിബിൾ, ചിലപ്പോൾ തീർത്തും അസാധ്യവും ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോസ്ട്രോഫി ഈസ് വെൻ ദ സ്പീക്കർ അഡ്രസ്സസ് സം വൺ ആബ്സെൻറ്റ് ഓർ ഡെഡ്. അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്ന എപ്പോഴാണ്? സ്പീക്കർ ആരെയെങ്കിലും അഡ്രസ്സ് ചെയ്യുമ്പോഴാണ്. സം വൺ ആബ്സെൻറ്റ് ഓർ ഡെഡ്, അല്ലെങ്കിൽ മരിച്ചുപോയ ഇല്ലാത്ത ഒരാളെ സംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ് ദോ ദേ വർ ദർ ആൻഡ് കുഡ് റെസ്പോണ്ട്. അവർ അവിടെ ഉണ്ട് എന്നും അവർക്ക് പ്രതികരിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ മരിച്ചുപോയ ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് കവിതയിൽ ഉപയോഗിക്കുന്ന സിറ്റുവേഷനിലാണ് അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നത്. ഹിയർ, ഇവിടെ, ദ പോയറ്റ്സ് യൂസ് ഓഫ് അപ്പോസ്ട്രോഫി ഹെൽപ്സ് ടു കൺവേ ദ സ്പീക്കേഴ്സ് സെൻസ് ഓഫ് ലോങ്ങിങ്. ഇവിടെ കവി അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നത് എന്തിനാണ്? കവിയുടെ ആ പ്രയോഗത്തിൻ്റെ അർത്ഥത്തിലുള്ളൂ, ആ സ്പീക്കർക്ക് ആഗ്രഹമുണ്ട്, തൻ്റെ മനസ്സിലെ ആഗ്രഹം മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഓഫ് യേണിങ് ഫോർ ദ ലവർ ഹു ഹാസ് ലെഫ്റ്റ് ഹിം. തന്നെ വിട്ടുപോയ ലവറോ കാണാനുള്ള. ഫർദർ, ദ കളർ ഓഫ് ദ ഷർട്ട് ഹി പർച്ചേസ്ഡ് ഡ്യൂറിങ് ദിസ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അദ്ദേഹം വാങ്ങിയ ഷർട്ടുകളുടെ നിറം മിൻറ്റ് ഗ്രീൻ, വൺ
pink. The third, called Ivy League, the tan with darker stripes, seemed to symbolize the new life he hoped he had have as a lover. ഒരു ലവർ എന്ന നിലയിൽ തനിക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം വാങ്ങിയ വസ്ത്രങ്ങളുടെ നിറങ്ങളുടെ പ്രതീകമാണ്. ദേ ആർ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ ആസ് ന്യൂ. പുതിയതുപോലെ തിളക്കമുള്ളത്, വൃത്തിയുള്ളത് ഒക്കെ ആയിരുന്നു ആ വസ്ത്രങ്ങൾ. പ്രോബബ്ലി സ്റ്റാർച്ച് ആൻഡ് ക്രിസ്പ്. ചിലപ്പോഴൊക്കെ സ്റ്റാർച്ച് ചെയ്ത് കഞ്ഞിപ്പശ മുക്കിയതും ക്രിസ്പ് നല്ല ബലപ്പെടുത്തിയതുമൊക്കെ ആയിരുന്നു. വൺ ഹിസ് ഫസ്റ്റ് ബട്ടൺ ഡൗൺ കോളർ. അയാൾ തയ്പ്പിച്ച ആദ്യത്തെ ബട്ടൺ ഡൗൺ കോളറുള്ള ഷർട്ട്. ദ കളർഫുൾ ബ്രൈറ്റ്നെസ് ഓഫ് ദോസ് ഷർട്ട്സ്. ആ വസ്ത്രങ്ങളുടെ വർണ്ണാഭമായ ശോഭ, തെളിമ, ആസ് വെൽ ആസ് ദ ബ്ലൂ ഐസ് ഓഫ് ദ ലോസ്റ്റ് ലവ്. തൻ്റെ നഷ്ടപ്രണയിനിയുടെ നീലക്കണ്ണുകളെ പോലെ തന്നെ. ആർ ദ ഓൺലി കളേഴ്സ് ഇൻ ദ പോയം. ഇതൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന നിറങ്ങൾ. ലൈഫ് സീംസ് ആസ് ദോ ഇറ്റ് ഈസ് പെർഹാപ്സ് ഫിഗറേറ്റീവ്ലി കളർലെസ് നൗ ഫോർ ഹിം. ജീവിതം ഇന്ന് പ്രതീകാത്മകമായി അദ്ദേഹത്തിന് വർണ്ണരഹിതമായിട്ട് തോന്നുന്നു. സിംബോളിക്കലി ദെൻ ലൈഫ് ഈസ് ഡളർ. അതായത് പ്രതീകാത്മകമായി അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ജീവിതം വളരെ വിരസമാണ്, ഡള്ളറാണ്, ലെസ് എക്സൈറ്റിംഗ് ഇൻ ദ വെയ്ക്ക് ഓഫ് ദിസ് ലവ്. ഡേവിഡ് മലൂഫ്സ് പോയം റിവോൾവിംഗ് ഡേയ്സ് ഈസ് ദ ടൈറ്റിൽ പോയം ഫോർ വൺ ഓഫ് ഹിസ് ന്യൂമറസ് ബുക്സ് ഓഫ് പോയട്രി. ഡേവിഡ് മലൂഫിൻ്റെ റിവോൾവിംഗ് ഡേയ്സ് എന്നത് പിന്നീട് ആ കവിതയുടെ ആദ്യത്തെ വരികൾ, 2 വാക്കുകൾ, റിവോൾവിംഗ് ഡേയ്സ് എന്നുള്ളത് പിന്നീട് അദ്ദേഹം കുറേ കവിതകൾ എഴുതിയൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ബുക്കിൻ്റെ ടൈറ്റിൽ പോയമായിട്ട്, ടൈറ്റിൽ ലൈനായിട്ട് റിവോൾവിംഗ് ഡേയ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇൻ ദ പോയം ഹീ ഈസ് ഡ്രോൺ ബാക്ക് ഇൻ ദ ടൈം ബൈ ദ മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ് ലവ്. കവിതയിൽ അദ്ദേഹം തൻ്റെ ഭൂതകാല പ്രണയ ദിനങ്ങളെക്കുറിച്ച് അദ്ദേഹം തിരിഞ്ഞു നോക്കുകയാണ്. ഓൾദോ ഹി സേസ് ദാറ്റ് ഫോളിങ് ഇൻ ലവ് വാസ് എ മിസ്റ്റേക്ക്. അദ്ദേഹം പറയുന്നു, അന്ന് പ്രണയത്തിൽ വീണുപോയത് തീർച്ചയായും ഒരു വലിയ അബദ്ധമാണ്, തെറ്റ് തന്നെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. എങ്കിൽ കൂടി ലവ് ഹാസ് എൻഡ്യൂർഡ് വിത്ത് ഹിം. അത് അദ്ദേഹത്തിനോടൊപ്പം ഏറെ നാൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഹി സീംസ് ടു ട്രാൻസെൻഡ് ടൈം വെൻ ഹി ക്യാച്ചസ് എ ഗ്ലിംസ് ഓഫ് ഹിംസെൽഫ് ഇൻ ദ മിറർ. കണ്ണാടിയിൽ തൻ്റെ തന്നെ മുഖഛായയുടെ ഒരു ഒളിനോട്ടം അങ്ങ് പ്രസരിപ്പിക്കുമ്പോൾ അദ്ദേഹം നോക്കുകയാണ്. ഹി ഫീൽസ് ലൈക്ക് ഹിസ് ലവ് ഈസ് ഇൻ ദ അതർ റൂം. അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം ടൈയൊക്കെ കെട്ടി കണ്ണാടിയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് തൻ്റെ ലവർ അപ്പുറത്തെ മുറിയിലുണ്ട്. ആൻഡ് ഹീ ഈസ് ഡിസൈഡിങ് വിച്ച് സെൽഫ് ഈസ് ഹീ ഈസ് ഗോയിങ് ടു പ്രസൻറ്റ്. താൻ ഇന്ന് അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള, അന്ന് തനിക്ക് മിൻറ്റ് ഗ്രീൻ ഷർട്ടുള്ള സെൽഫ് അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള ഷർട്ട് ഇട്ട സെൽഫ്, അതൊക്കെയാണ് താൻ അവളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്, ജാലകത്തിൽ നോക്കിയിരിക്കുന്ന അവളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതെങ്കിൽ ഇന്ന് താൻ ഏത് സെൽഫാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ടൈ കെട്ടി കണ്ണാടിയുടെ മുമ്പിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നേരത്ത് അദ്ദേഹം ചിന്തിക്കുന്നതാണ്. ഹി റിമെമ്പേഴ്സ് 3 ഷർട്ട്സ് ഹി പർച്ചേസ്ഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം. അപ്പോൾ അക്കാലത്ത് വാങ്ങിയ 3 ഷർട്ടുകളുടെ നിറം അദ്ദേഹം ഓർമ്മിക്കുന്നു. ടൈം പീരീഡ് വിച്ച് റെപ്രസെൻറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ഹി വാസ് മേക്കിംഗ് ഇൻ ഹിംസെൽഫ്. തന്നിൽ തന്നെ അദ്ദേഹം മാറ്റങ്ങളുണ്ടാക്കിയ കാര്യമാണ് വാസ്തവത്തിൽ. അതിനെ അവതരിപ്പിക്കാനാണ് 3 നിറത്തിലുള്ള ഷർട്ടിൻ്റെ കാര്യം പറയുന്നത്. ഹി വാസ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ഹിസ് ഐഡൻറ്റിറ്റി. തൻ്റെ ഐഡൻറ്റിറ്റിയിൽ അദ്ദേഹം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. ഇൻ റിയാലിറ്റി ടൈം ഹാസ് പാസ്ഡ്. പക്ഷേ യഥാർത്ഥത്തിൽ സമയം കടന്നുപോയി. ഹിസ് ലവർ ഈസ് ഫാർ അവേ. തൻ്റെ ലവർ ഇന്ന് വിദൂരത്തിലാണ്. ദിസ് റിസംബ്ലൻസ് ഓഫ് മൂവിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് റിയാലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ടൈറ്റിൽ. ഈ യാഥാർത്ഥ്യമുണ്ടല്ലോ, അതായത് മൂവിൻ ചെയ്യുക എന്നതും തൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മൂവിൻ ചെയ്യുക എന്നുള്ളത്, അത് ഈ ടൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് റിവോൾവിംഗ് ഡേയ്സിൽ. ഇൻ ദ എൻഡ് കവിതയുടെ ഒടുവിൽ മലൂഫ്സ് വേർഡ്സ് റീഇഷർ ഹിസ് പാസ്റ്റ് ലവ്. മലൂഫിൻ്റെ വാക്കുകൾ ഒരു കാര്യം അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, തൻ്റെ പാസ്റ്റ് ലവ്. ദറ്റ് ഓൾദോ ദ മെമ്മറീസ് ഹാവ് കൺജേർഡ് അപ്പ് ഫിസിക്കൽ ഇമോഷൻസ് ദർ വിൽ ബി നോ ഇൻറ്റ്യൂഷൻ ഇൻ ടു പ്രസൻറ്റ് ലൈഫ്. ഒരിക്കലും തൻ്റെ അവളുടെ പ്രസൻറ്റ് ലൈഫിലേക്ക് ഒരിക്കലും താൻ കടന്നു കയറില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹീ ഡസ് നോട്ട് എക്സ്പെക്റ്റ് എനിത്തിങ് ഇൻ റിട്ടേൺ ഹി സേസ്. ഒന്നും പകരം പ്രതീക്ഷിക്കുന്നില്ല എന്നും പറയുന്നു. ആൻഡ് നോ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. പക്ഷേ അദ്ദേഹം പറയട്ടെ, അങ്ങ് ദൂരെ നിന്ന് ഐ ആം നോട്ട് ഹോൾഡിങ് മൈ ബ്രത്ത് ഫോർ എ റിപ്ലൈ. ഞാൻ ഇന്ന് പഴയതുപോലെ ഒരു മറുപടിക്ക് വേണ്ടി എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നൊന്നുമില്ല എന്ന് പറയുകയാണ്. ഒരുപാട് തവണ ആവർത്തിച്ച് വായിക്കുക, സ്വന്തമായിട്ട് എഴുതി നോക്കുക സമ്മറിയും എസ്സേയും.